ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻസിലെ 1.1 ആൻഡ് 1.2 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. Calculate the mass percentage of benzene and carbon tetrachloride if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. ഇപ്പൊ 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്ന ഡേറ്റാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസീന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ബെൻസീൻ എന്തൊരു എമൗണ്ട് ഉണ്ട് തന്നിട്ടുണ്ട്, ബെൻസീന്റെ മാസ് തന്നിട്ടുണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മാസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീനും മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും കണ്ടുപിടിക്കാനാണ്. മാസ് പെർസെന്റേജ് അതെന്താ സംഭവം? മാസ് പെർസെന്റേജ് ശരിക്കും മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദ കോമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് എന്ത് മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാർക്കിന്റെ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കില്ല. അപ്പൊ നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതുപോലെ തന്നെയാണ് മാസ് പെർസെന്റേജ്, മാസ് ഓഫ് ദ കോമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ വാല്യൂസ് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. നമുക്ക് ഫസ്റ്റ് മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കാം. മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ, മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ. നമുക്കതിന് വാല്യൂ മാത്രം മതി. ഓക്കെ, നമ്മളപ്പോ എന്ത് ചെയ്യുന്നു, 22 എന്ന് എഴുതുന്നു. 22 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കാർബൺ ടെട്രാക്ലോറൈഡിന്റെ സൊല്യൂഷൻ മാസ് അല്ല. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണോ നമുക്ക് മാസ് കിട്ടുന്നത് അതാണ് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ചിലത് എന്ത് ചെയ്യും, ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇതാണല്ലോ എന്ന് വിചാരിച്ച് ഇതിന്റെ നമ്പർ ചെയ്ത് വെക്കും. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും, അതാണ് ആ സൊല്യൂഷന്റെ. ഇതെന്താണ്, ഇത് സോളിഡ് ആണ്, ഇത് സോൾവെന്റ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ സൊല്യൂഷൻ ആവുള്ളൂ. അപ്പൊ ഇതിന് രണ്ടും കൂടെ മാസ് ആണ് എന്ത്, സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. 122 പ്ലസ് 22 ഗ്രാം അറിയാം, 144 ഗ്രാം ആണ് എന്ത് ഇതിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ 144 ഇൻറ്റു 100 കൊടുക്കുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുന്നു. സോ ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 0.1527. ഈ 100 എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പോയിന്റ് ഇങ്ങോട്ട് മാറ്റിക്കുന്നു. സോ 15.27% കിട്ടും. അതായത് ഈ ഒരു സൊല്യൂഷൻ്റെ അകത്ത് 15.27% ഓഫ് ബെൻസീന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ നെക്സ്റ്റ് മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. എന്താ മാസ് ഓഫ് ദ കോമ്പോണന്റ്, മാസ് ഓഫ് ദ കാർബൺ ടെട്രാക്ലോറൈഡ് 122 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് നമ്മൾ കണ്ടുപിടിച്ചു 144 ആണ്. സോ 144 ഇൻറ്റു 100. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടും 0.847 കിട്ടും. ഇൻറ്റു 100 നമ്മൾ ചെയ്യുന്നു. സോ ഡെസിമൽ രണ്ടെണ്ണം ഇങ്ങോട്ട് മാറ്റി കുത്തും. 84.7% എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു സൊല്യൂഷൻ്റെ അകത്ത് 84.7% ഓഫ് എന്തുണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഇത് ഡയറക്ട്ലി നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർബൺ ടെട്രാക്ലോറൈഡ് സോൾവെന്റിന്റെ മാസ് അല്ല നമ്മൾ കൊടുക്കണ്ടേ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു മാസ് കിട്ടും, ആ മാസാണ് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് കൊടുക്കേണ്ടത്. Question 1.2. Calculate the mole fraction of benzene in solution containing 30% by mass in carbon tetrachloride. ഈ 1.2 ക്വസ്റ്റ്യനകത്ത് നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീനും കാർബൺ ടെട്രാക്ലോറൈഡും കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് അതിന്റെ മാസോ അത് കണ്ടുപിടിക്കാതെ വേറെ ഒരു കാര്യം നമുക്ക് വന്നിട്ടില്ല. ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 30% ഓഫ് ബെൻസീൻ ഉണ്ട് അതിനകത്ത്. 30% ഓഫ് ബെൻസീൻ ബൈ മാസ് ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ്റെ അകത്ത് എന്തുണ്ട്, 30% ഓഫ് ബെൻസീന്റെ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. മൊത്തം ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 100% കിട്ടണം. 30% ഓഫ് ബെൻസീൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ബാക്കി എന്താണ്, അപ്പൊ കാർബൺ ടെട്രാക്ലോറൈഡ് 70% ഉണ്ടാവും. 70% കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാവും.
അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ അസെപ്ഷൻ എടുക്കണം. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ വിചാരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കുന്നു, assume that there is 100 gram of solution ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. 100 gram of solution ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ഇങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് ക്വസ്റ്റൻ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ അസ്യൂം ചെയ്യാണ് 100 gram of solution ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. 100 gram of solution ഉണ്ടെങ്കിൽ അതിനകത്ത് 30 gram of benzene ഉണ്ടാകും, 70 gram of carbon tetrachloride ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 30%. 100ന്റെ 30% എന്നാണ് നമുക്കറിയാം 30 gram ആണ്. അപ്പം 30 gram of benzene ഉണ്ടാവും, 70 gram of carbon tetrachloride ഉണ്ടാവും. നമ്മൾ എഴുതുന്നു assume that 100 gram of solution ആണ് ഉള്ളത് നമ്മൾ വിചാരിക്കുന്നു. അതിനകത്ത് നമുക്ക് എന്താണ്, it contains 30 gram benzene ഉണ്ട്, 30 gram of benzene ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, and 70 gram of carbon tetrachloride ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു 100 gram of solution ഉണ്ട്, അതിനകത്ത് 30 gram of ബെൻസീനും 70 gram of carbon tetrachloride ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പോണന്റ് divided by total number of moles of solution. ഇതാണ് എന്താ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ഇത് കുറച്ച് സ്റ്റെപ്പിലൂടെ മാത്രമേ ഇവിടെ എത്തുള്ളൂ. നമുക്ക് മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്ര വെയിറ്റ് ഉണ്ടെന്നോ എന്താ മോളാർ മാസ് ഒന്നും നമുക്ക് അറിയില്ല, എല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, മോളാർ മാസ് ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കുന്നു. മോളാർ മാസ് ഓഫ് ബെൻസീൻ ഓക്കെ, മോളാർ മാസ് ഓഫ് ബെൻസീൻ. ഇത് മോളാർ മാസ് C6H6. അപ്പൊ നമുക്കറിയാം ഒരു കാർബണിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ 6 കാർബണിന്റെ ആകുമ്പോൾ 12 into 6 എന്ന് വരും. 12 into 6. ഒരു ഹൈഡ്രജന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 6 ഹൈഡ്രജന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. 6 into 1, 12 into 6 plus 6 into 1. നമുക്ക് കണ്ടുപിടിക്കാം. 12 into 6 72 plus 6 into 1 6. നമുക്ക് കിട്ടി 78. മോളാർ മാസ് ഓഫ് കാർബൺ എന്താണ്? 78 gram എന്ന് കിട്ടി. 78 gram എന്ത് യൂണിറ്റ് അവിടെ? ഗ്രാം എന്ന് കിട്ടി. നമ്മൾ ഇത് ഗ്രാമിലെടുത്ത് ഗ്രാം എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് അറിയാം. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്മളിവിടെ അസ്യൂം ചെയ്ത് നമുക്ക് ഓൾറെഡി ബെൻസിന്റെ മാസ് ഗിവൺ ആണ്. ഏതാണ്? 30 gram. മോളിക്കുലാർ മാസ് നമുക്ക് കിട്ടി 78 gram. ഇത് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. സോ നമുക്ക് ഗിവൺ മാസ് ബെൻസിന്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ബെൻസിന് ഗിവൺ മാസ് തന്നെ എത്രയാണ്? 30 gram ആണ്. ഇത് വേണ്ട 30 ആണ്. മോളിക്കുലാർ മാസ് തന്നെ നമുക്കറിയാം 78 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുക്കും. ഇത് നമുക്ക് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.3846. അപ്പൊ 0.3846 മോള് ബെൻസീൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നെക്സ്റ്റ് നമുക്ക് എന്താണ്, കാർബൺ ടെട്രാക്ലോറൈഡിനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് മോളാർ മാസ് കണ്ടുപിടിക്കുന്നു. മോളാർ മാസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. കാർബണ് നമുക്കറിയാം ഒരു കാർബൺ എത്രയാണ്? 12 ആണ്. 12 പ്ലസ് ക്ലോറിന്റെ 35.45 ആണ്. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 35.5 എന്ന് എടുക്കുന്നു. 35.5 എത്ര ക്ലോറിൻ ഉണ്ട്? 4 ക്ലോറിൻ ഇൻറ്റു 4 നമുക്ക് കിട്ടും 12 പ്ലസ് 142 gives 154. ഇപ്പൊ 154 ആണെന്ത്? കാർബൺ ടെട്രാക്ലോറൈഡിന്റെ
മാസ് ആണ്. 154 കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എത്ര മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗിവൻ മാസ് ബൈ molecular mass. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഗിവൻ മാസിനകത്ത് എത്രയാണ്? നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് 70 gram ആണ്. സോ 70 ഡിവൈഡ് ബൈ മാസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ 154. 70 ഡിവൈഡ് ബൈ 154. നമ്മളത് കാൽക്കുലേറ്ററിൽ അടിച്ചൊക്കെ നമുക്ക് കിട്ടും 0.4545 മോള്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടിന്റെയും മോള് കിട്ടി. മോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആണ്. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് സൊല്യൂഷനകത്ത് ഇതിന്റെ മോളും ഉണ്ടാവും, ബെൻസിന്റെ മോളും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് നമ്മൾ എന്താണ് ഒരു സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ കൈ എന്ന് റെപ്രസെന്റേറ്റീവ്. സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കൈ ബി. ഇപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കൈ എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം മോൾസ് ഓഫ് ബെൻസീൻ എന്താ 0.384 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് മോൾസ് ഓഫ് ബെൻസീനും അറിയാം, മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും അറിയാം. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. സോ 0.4545 പ്ലസ് 0.384 5,813.1 നമുക്ക് കിട്ടി 0.8385 എന്ന് കിട്ടി. 0.8385 എന്ന് കിട്ടി. എന്തിന്റെ ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ആണ്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കൊടുത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ കൊടുത്ത് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടി 0.457 എന്ന് കിട്ടി. 0.457. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്റെ ആൻസർ 0.459 എന്നാണ്. കാരണം ചെറിയ ഡെസിമൽ വേരിയേഷൻ ഒക്കെ വരും. നമ്മൾ കറക്റ്റ് എക്സാക്ട് നമ്മൾ എന്താ വെച്ചാൽ കാർബണിന്റെ ഒക്കെ 12 നേരത്തെ ശരിക്കും 12.01 ഒക്കെ വരുന്ന. അതുപോലെ ക്ലോറിനെ നമ്മൾ 35.45 35.5 എന്നൊക്കെ എടുത്ത്. അപ്പൊ നമ്മള് എക്സാക്ട് എടുക്കാതെ നമ്മൾ ചെറിയ ഡെസിമൽ വേരിയേഷൻ വരും. അത് ടെക്സ്റ്റ് ബുക്കിൽ 0.459 ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.457 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കണ്ടുപിടിച്ച് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് that is Kib is equal to മോൾ ഫ്രാക്ഷൻ ഓഫ് നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇത് കണ്ടുപിടിച്ചില്ല നമ്മള് എത്രയായിരുന്നു? 0.4545 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്താണ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാ? 0.8385. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.542 എന്ന് കിട്ടും. 0.542. ടെക്സ്റ്റ് ബുക്കിൽ ഇത് 0.541 അങ്ങാണ്ടാവുന്നത്. നമ്മള് ചെറിയ ഡെസിമൽ വേരിയേഷൻ ചെറുതായിട്ട് വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ പഠിക്കണം. എങ്ങനെ നമുക്കിപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതുപോലെ 30% തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു 100 gram ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് 30 gram ഓഫ് ബെൻസീനും കാണും, 30 gram ഓഫ് ബെൻസീനും കാണും, അതുപോലെ 70 gram ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡും കാണും. അതിനാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും? ഈ ഒരു ഗ്രാം നമുക്ക് കിട്ടി. ഗിവൻ മാസ് കിട്ടി. നമ്മൾ മോളാർ മാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ ഓരോന്നിന്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നു. കാർബൺ നമ്മൾ കണ്ടുപിടിച്ച്, കാർബൺ ടെട്രാക്ലോറൈഡിനെ കണ്ടുപിടിച്ച്, ബെൻസീൻ കണ്ടുപിടിച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് മോൾസിന്റെ ഇക്വേഷൻ അറിയാം. എങ്ങനെ മോൾസ് കണ്ടുപിടിക്കാം? അപ്പൊ ഗിവൻ മാസ് ബൈ മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് മോൾസ് കിട്ടി. അങ്ങനെ രണ്ടിന്റെ മോൾസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പോണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻസ്. കോമ്പോണന്റ് നമ്മൾ മെയിൽ എഴുതി നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. ഈ രണ്ടിന്റെയും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആണ് ബെൻസീന് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്തു? കാർബൺ ടെട്രാക്ലോറൈഡിന് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു.
നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് 1.1 1.2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.